Hi friends, welcome back to our channel. അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ നോ അവർ ലാൻഡ് നാടറിയാം എന്ന പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സും അതുപോലെ തന്നെ ടെക്സ്റ്റിൽ പറഞ്ഞ കുറച്ച് ആക്ടിവിറ്റീസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിൻ്റെ എക്സ്പ്ലനേഷനും കുറച്ച് ആക്ടിവിറ്റീസും നമ്മൾ മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതും പോയിട്ട് ആവശ്യമായിട്ടുള്ളവർ പോയി കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും കൂടെ ഒരുമിച്ചിട്ടാണ് നോക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് നോ അവർ ലാൻഡ്, നാട് അറിയാം എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ഭാരതപ്പുഴ എഫക്റ്റ് അഗ്രികൾച്ചർ, പീപ്പിൾസ് ഫുഡ്, ട്രാൻസ്പോർട്ട് എക്സെട്ര ഇൻ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത്? വാണിയംകുളം പഞ്ചായത്തിലെ കൃഷി, ജനങ്ങളുടെ ജീവിത രീതി, ഭക്ഷണം, ഗതാഗതം മുതലായവയെ ഭാരതപ്പുഴ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നത്? എങ്ങനെയായിരുന്നു? ദ റിവേഴ്സ് ഫ്ലോയിങ് ത്രൂ എ പ്ലേസ് ഹാവ് എ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദ വേ ഓഫ് ലൈഫ് ഓഫ് ദ പീപ്പിൾ. Most of the area of Vaniyankulam Panchayat are the banks of Bharatapuzha. They use the river of water transport and fishing. The fertile soil along the alluvial banks of the river is conducive to agriculture. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ജീവിത രീതി തീരുമാനിക്കുന്നതിൽ നദികൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. വാണിയംകുളം പഞ്ചായത്തിൻ്റെ തെക്ക് ഭാഗത്തു കൂടി ഒഴുകുന്ന ഭാരതപ്പുഴയുടെ നീർത്തടങ്ങളാണ് പഞ്ചായത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും. അതുകൊണ്ട് തന്നെ ജലഗതാഗതം, മത്സ്യബന്ധനം എന്നിവ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു. കൂടാതെ പുഴയുടെ തീരത്തെ വളക്കൂറുള്ള മണ്ണ് കൃഷി വിപുലമാക്കുന്നതിന് സഹായിക്കുന്നു. കൂടാതെ റെയിൽ ഗതാഗതത്തിൻ്റെ സാമീപ്യം ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ദ 3 ടോപ്പോഗ്രഫിക്കൽ കാറ്റഗറീസ് ഓഫ് കേരള? കേരളത്തിൻ്റെ 3 പ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? മിഡ്ലാൻഡ്, ഹൈലാൻഡ്, കോസ്റ്റൽ ഏരിയ അഥവാ മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇതാണ് 3 ടോപ്പോഗ്രഫിക്കൽ കാറ്റഗറൈസ് എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഫിസിയോഗ്രഫി ഓഫ് കേരള. കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ എഴുതണം. ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എഴുതണം. ഫസ്റ്റ് വൺ ഹൈലാൻഡ് ആണ്. It is a physiographical section that is located about 75 meters above sea level and includes hills, mountains and peaks. Highland is a region that receives heavy rainfall and is generally full of greenery. All the 44 rivers of Kerala originated from the highlands. അഥവാ മലനാടാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നു. കുന്നുകളും മലകളും പർവ്വതവും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണിത്. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാപവുമായ പ്രദേശമാണ് മലനാട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. ഇനി അടുത്തത് മിഡ്ലാൻഡ് ആണ്. മിഡ്ലാൻഡ് ഈസ് എ ഫിസിയോഗ്രഫിക് ഡിവിഷൻ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ഹൈലാൻഡ്സ് ആൻഡ് ദ കോസ്റ്റൽ ഏരിയ. ദ ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദിസ് ഏരിയ റേഞ്ചസ് ഫ്രം 7.5 meters and 75 meters above sea level. The midland is characterized by hillock, valley and river banks. ഇടനാട് എന്നാണ് മിഡ്ലാൻഡിന് പറയുന്നത്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 7.75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിൻ്റെ ഉയരം. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാടിൻ്റെ സവിശേഷതകൾ. അടുത്തത് കോസ്റ്റൽ ഏരിയ ആണ്. ദിസ് ഈസ് എ ലാൻഡ്സ്കേപ്പ് ദാറ്റ് ഈസ് എ അഡ്ജസ്റ്റ് ടു Lakshadweep Sea, located close to the coastal region. This area has an altitude up to 7.5 meters above sea level. തീരപ്രദേശം ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണിത്. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ആർ ദ 2 മെയിൻ റെയിനി സീസൺ ഇൻ കേരള? കേരളത്തിലെ 2 പ്രധാന മഴക്കാലങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് സൗത്ത് വെസ്റ്റ് മൺസൂൺ ഓഫ് കാലവർഷം, അടുത്തത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഓർ തുലാവർഷം അഥവാ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷവും വടക്ക് കിഴക്കൻ മൺസൂൺ അഥവാ തുലാവർഷവുമാണ്. ഈ 2 റെയിനി സീസണാണ് നമുക്ക് ഉള്ളത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് സോയിൽ ഫോംഡ്? മണ്ണ് രൂപപ്പെടുന്നത് എങ്ങനെയാണ്?
The process of weathering of rock to form soil takes a long time. Topography, climate, rock structure and age, the capacity of plants, animals and other microorganisms contribute to soil formation. It is estimated that it takes more than 1,000 years for the formation of soil of 1 inch thickness. പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ടാണ് നടക്കുന്നത്. ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റു സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരും എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മണ്ണ് എന്ന് പറയുന്നത് ഒരുപാട് സമയം എടുത്തിട്ടുണ്ടാവുന്ന ഒന്നാണ്. അഞ്ചാമത്തെ ചോദ്യം, വാട്ട് ആർ ദ മെയിൻ സോയിൽ ടൈപ്സ് ഇൻ കേരള? കളക്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ ആൻഡ് മേക്ക് എ നോട്ട്സ്. കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്? പ്രധാന മണ്ണിനങ്ങളുടെ സവിശേഷതകളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മണ്ണിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനെക്കുറിച്ചൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനും നോക്കാം. ഫസ്റ്റ് വൺ ലാറ്ററൈറ്റ് സോയിലാണ്. This is the most common type of soil in Kerala. These soil are more acidic. It becomes sticky when wet and hard when exposed to sunlight. Cultivation should be done by adding lime. Suitable for coconut, banana, black pepper, cashew, tapioca and palm. ചെങ്കൽ മണ്ണാണ്. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമാണിത്. നനയുമ്പോൾ പശിമയും വെയിൽ കൊള്ളുമ്പോൾ കാഠിന്യവും പ്രകടമാകുന്ന ഈ മണ്ണിന് അമ്ലം ഗുണമാണ് കൂടുതലുള്ളത്. കുമ്മായം ചേർത്ത് കൃഷി ചെയ്യണം. തെങ്ങ്, വാഴ, കുരുമുളക്, കശുമാവ്, മരച്ചീനി, കൈതച്ചക്ക എന്നിവയ്ക്ക് അനുയോജ്യമാണ്. അടുത്തത് ഗ്രേഷ് ഓണാട്ടുകര സോയിലാണ്. ആഷ് കളർ സോയിൽ, ലോ ഇൻ ഓർഗാനിക് മാറ്റർ ആൻഡ് ഹൈ ഇൻ സാലിനിറ്റി. പാഡി ക്യാൻ ബി ഗ്രോൺ ഇൻ ദ ലോ ലാൻഡ്സ് ആൻഡ് കോക്കനട്ട് ആൻഡ് ട്യൂബേഴ്സ് ഇൻ ദ അപ്ലാൻഡ് ഏരിയ. ഓണാട്ടുകര മണ്ണാണ്. ചാരനിറത്തിലുള്ളതും ജൈവാംശം കുറവുള്ളതും ലവണാംശം കൂടുതലുള്ളതുമായ മണ്ണാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ നെല്ലും കരപ്രദേശങ്ങളിൽ തെങ്ങ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവ കൃഷി ചെയ്യാം. നെക്സ്റ്റ് വൺ റെഡ് സോയിലാണ്. It is found in Thiruvananthapuram and Neyyathinkara areas of Kerala. Red color is seen due to high iron content. Coconut, banana, pepper, cashew and vegetables can be cultivated with balanced fertilization. ചെമ്മണ്ണാണ്. കേരളത്തിൽ തിരുവനന്തപുരം, നെയ്യാറ്റിൻകര പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നു. ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ളതിനാൽ ചുവപ്പ് നിറത്തിൽ കാണുന്നു. സമീകൃത വളപ്രയോഗത്തിലൂടെ തെങ്ങ്, വാഴ, കുരുമുളക്, കശുമാവ്, പച്ചക്കറികൾ എന്നിവ കൃഷി ചെയ്യാം. നെക്സ്റ്റ് വൺ അലുവിയൽ സോയിലാണ്. ഫൗണ്ട് ഓൺ റിവർ ബാങ്ക്സ്. ഫെർട്ടിലൈസേഷൻ ഈസ് ഹൈ ആസ് new slit is deposited after flooding, mostly seen in the vicinity of a Vembanad backwater. Rice, coconut, banana and vegetables can be cultivated in fertile lawn soil. എക്കൽ മണ്ണാണ്. നദീതീരങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. വെള്ളപ്പൊക്കത്തിന് ശേഷം പുതിയ എക്കൽ അടിയുന്നതിനാൽ വളക്കൂറ് കൂടുതലാണ്. വേമ്പനാട് കായലിൻ്റെ സമീപ പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് കാണാം. ഫലപുഷ്ടിയുള്ള എക്കൽ മണ്ണിൽ തെങ്ങ്, നെല്ല്, വാഴ, പച്ചക്കറികൾ എന്നിവ കൃഷി ചെയ്യാം. നെക്സ്റ്റ് വൺ ഫോറസ്റ്റ് സോയിലാണ്. 25% of Kerala's total land area is forest soil. It contains acidity, organic matter and nitrogen. Forest soil is lost through soil erosion due to deforestation. വനമണ്ണാണ്. കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ 25% വനമണ്ണാണ്. അമ്ലാംശം, ജൈവാംശം, നൈട്രജൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. വനനശീകരണം മൂലം ഉണ്ടാകുന്ന മണ്ണൊലിപ്പിലൂടെ വനമണ്ണ് നഷ്ടപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വൺ ബ്ലാക്ക് സോയിലാണ്. ബ്ലാക്ക് സോയിൽ ഈസ് ഫൗണ്ട് ഓൺലി ഇൻ ദ ചിറ്റൂർ താലൂക്ക് ഓഫ് പാലക്കാട് ഡിസ്ട്രിക്ട് ഇൻ കേരള. ഇറ്റ് സെൽസ് when wet and cracks in summer, suitable for crops like cotton, sugarcane and groundnut. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ മാത്രം കാണപ്പെടുന്ന മണ്ണിനമാണിത്. നനയുമ്പോൾ കുതിർന്ന് വികസിക്കുകയും വേനൽക്കാലത്ത് വിണ്ടുകീറുകയും ചെയ്യുന്നു. പരുത്തി, കരിമ്പ്, നിലക്കടല എന്നീ വിളകൾക്ക് അനുയോജ്യമാണ്. അടുത്തത് പീറ്റ് സോയിലാണ്. ദിസ് ടൈപ്പ് സോയിൽ ഫൗണ്ട് ഇൻ വെറ്റ്ലാൻഡ് ഏരിയാസ് ഓഫ് കേരള. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് മാംഗ്രോവ്സ്. പീറ്റ് മണ്ണ് കേരളത്തിലെ ചതുപ്പ് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഈ മണ്ണിനം കണ്ടൽ ചെടികളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമാണ്. ഏഴാമത്തേത് വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോയിൽ ആർ അഡ്വൈസ്ലി എഫക്റ്റഡ്. മണ്ണിൻ്റെ തനത് സവിശേഷതകളെ ദോഷകരമായി ബാധിക്കുന്ന ചില സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്?
ഒന്ന് application of excessive fertilizers and pesticides, plastic waste in soil, unscientific mining, unscientific agricultural practices, deforestation, continuous farming, destruction of hills, unscientific construction and quarrying. എന്തൊക്കെയാണ്? അമിതമായിട്ടുള്ള രാസവള കീടനാശിനി പ്രയോഗം, മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അശാസ്ത്രീയമായ ഖനന പ്രവർത്തനം, അശാസ്ത്രീയമായ കാർഷിക പ്രവർത്തനം, വനനശീകരണം, തുടർച്ചയായ കൃഷി, കുന്നുകൾ ഇടിക്കുന്നത്, അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. എട്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ദ മെഷേഴ്സ് ദാറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ് ഫോർ ദ കൺസർവേഷൻ ഓഫ് സോയിൽ? മണ്ണ് സംരക്ഷണത്തിന് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? മാംഗ്രോവ്സ്, കോയിൽ ജിയോ ടെക്സ്റ്റൈൽസ്, സ്റ്റോൺ വാൾ ഫെൻസ്, ടെറസ് ഫാമിംഗ്, കൺസ്ട്രക്ഷൻ ഓഫ് പുലിമുട്ട്, അഫോറസ്റ്റേഷൻ, ക്രോപ്സ് റൊട്ടേഷൻ, കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ്. അതോ കണ്ടൽ കാടുകൾ, കയർ ഭൂവസ്ത്രം, കല്ലുകയ്യാല, തട്ടുകൃഷി, പുലിമുട്ട് നിർമ്മാണം, വനവൽക്കരണം, വില പരിവൃത്തി, തടയണ നിർമ്മാണം. ഇതൊക്കെയാണ് നമ്മൾ മണ്ണ് സംരക്ഷണത്തിന് ചെയ്യാവുന്നത്. ഒൻപതാമത്തെ ചോദ്യം, വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് വാട്ടർ ഓൺ എർത്ത്? ഭൂമിയിലെ ജലത്തിൻ്റെ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? റിവേഴ്സ്, പോൺസ്, സ്പ്രിങ്സ്, ലേക്സ്, വെറ്റ്ലാൻഡ്സ്. പുഴകൾ, നീരുറവകൾ, കുളങ്ങൾ, തടാകങ്ങൾ, തണ്ണീർത്തടങ്ങൾ. നെക്സ്റ്റ് 10ാമത്തെ ചോദ്യമാണ്, ക്ലാസിഫൈ ആൻഡ് ലിസ്റ്റ് ദ റിവേഴ്സ് ഓഫ് കേരള ആസ് ഈസ്റ്റ് ഫ്ലോയിങ് ആൻഡ് വെസ്റ്റ് ഫ്ലോയിങ്. കേരളത്തിലെ നദികളെ കിഴക്കോട്ട് ഒഴുകുന്നവ, പടിഞ്ഞാറോട്ട് ഒഴുകുന്നവ എന്നിങ്ങനെ തരംതിരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഈസ്റ്റ് ഫ്ലോയിങ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കബനി, ഭവാനി, പമ്പാർ. ഈ 3 മാത്രമാണ്. ഇനി വെസ്റ്റ് ഫ്ലോയിങ് പെരിയാറ്, ഭാരതപ്പുഴ, പമ്പ, ചാലിയാറ്, ചാലക്കുടി, കടലുണ്ടിപ്പുഴ, അച്ചൻകോലിൽ പുഴ റിവർ, കല്ലട റിവർ, മൂവാറ്റുപുഴ, വളപ്പട്ടണം, ചന്ദ്രഗിരി റിവർ, മണിമല റിവർ, വാമനപുരം, കുപ്പം റിവർ, മീനാച്ചിൽ, കുറ്റിയാടി, കരമന റിവർ, ശ്രീയ റിവർ, കാര്യങ്കോട് റിവർ, ഇത്തിൽക്കര റിവർ, നെയ്യാർ റിവർ, മാഹി റിവർ, കീച്ചേരി റിവർ, പെരുമ്പ റിവർ, ഉപ്പാല റിവർ, കരുവണ്ണൂർ റിവർ, അച്ചരക്കണ്ടി റിവർ, തിരൂർ റിവർ, നീലേശ്വരം റിവർ, പള്ളിക്കൽ റിവർ, കല്ലായു റിവർ, കോരപ്പുഴ റിവർ, മൊഗ്രാൽ റിവർ, കവ്വായി റിവർ, തനിക്കുളം റിവർ, തലശ്ശേരി റിവർ, മാമം റിവർ, ചിത്താരി റിവർ, രാമപുരം റിവർ, ഐരൂർ റിവർ ആൻഡ് മഞ്ചേശ്വരം റിവർ. ഇത്രയുമാണ് എങ്ങളുടെ വെസ്റ്റ് ഫ്ലോയിങ് എന്ന് പറയുന്നത്. ഇനി 11ാമത്തെ ചോദ്യം, റൈറ്റ് സം മെത്തേഡ്സ് ഫോർ വാട്ടർ കൺസർവേഷൻ. ജലസംരക്ഷണത്തിനുള്ള മാർഗങ്ങൾ കണ്ടെത്തി എഴുതുക. യൂസ് വാട്ടർ ജുഡീഷ്യലി വിത്തൗട്ട് വേസ്റ്റിംഗ് ഇറ്റ്. യൂസ് വാട്ടർ ഓൺലി ആസ് റിക്വയർഡ് ആൻഡ് ക്ലോസ് വാട്ടർ ടാപ്സ്. ബിൽഡ് റെയിൻ ഗട്ടേഴ്സ് so that the water falling on the ground does not flow away quickly and goes into the soil. Build rainwater tanks. Build dams in the field to stop the water flowing away. Plant trees. എന്തൊക്കെയാണ്? ജലം കൃത്യമായി പാഴാക്കാതെ ഉപയോഗിക്കുക, അതുപോലെ തന്നെ ആവശ്യത്തിന് മാത്രം ജലം ഉപയോഗിക്കുകയും വാട്ടർ ടാപ്പുകൾ ഉപയോഗശേഷം പൂട്ടുകയും ചെയ്യുക. മണ്ണിൽ വീഴുന്ന ജലം പെട്ടെന്ന് ഒഴുകിപ്പോകാതെ മണ്ണിലേക്ക് ഇറങ്ങുന്നതിന് ആവശ്യമായ മഴക്കുഴികൾ നിർമ്മിക്കുക, മഴവെള്ള സംഭരണികൾ നിർമ്മിക്കുക, ഒഴുകിപ്പോകുന്ന വെള്ളം തടഞ്ഞു നിർത്തുന്നതിന് പറമ്പിൽ തടയണകൾ നിർമ്മിക്കുക, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. 12ാമത്തെ ചോദ്യം, വാട്ട് കണ്ടീഷൻസ് ഡു വാട്ടർ സോഴ്സസ് ബിക്കം പൊല്യൂട്ടഡ്? ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ജലസ്രോതസ്സുകൾ മലിനമാകുന്നത്? വാട്ടർ ബോഡീസ് ആർ വൺ ഓഫ് ദ ഏരിയാസ് മോസ്റ്റ് എഫക്റ്റഡ് ബൈ പൊല്യൂഷൻ. മെനി പീപ്പിൾ സീ വാട്ടർ ബോഡീസ് ആസ് എ പ്ലേസ് ടു ത്രോ ദെയർ വേസ്റ്റ്. Throwing organic and inorganic waste into streams and rivers without a scientific treatment is becoming a regular sight. In addition, there is a situation where liquid waste and toilet waste are directly dumped into water bodies, including from many industries and houses. We need to stop such trends ourselves and organize awareness programs against it. എന്താണ്? മലിനീകരണം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ജലാശയങ്ങൾ എന്ന് പറയുന്നത്. ഒട്ടനവധി ആളുകൾ തങ്ങളുടെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനുള്ള ഒരു സ്ഥലം എന്ന നിലയിൽ ജലാശയങ്ങളെ കാണുന്നുണ്ട്. ജൈവവും അജൈവവുമായ പാഴ്വസ്തുക്കൾ അശാസ്ത്രീയമായി സംസ്കരിക്കാതെ തോട്ടിലേക്കും നദിയിലേക്കും അരുവിയിലേക്കും വലിച്ചെറിയുന്നത് സ്ഥിരം കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതുകൂടാതെ പല സ്ഥലങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ഉൾപ്പെടെ ദ്രവമാലിന്യവും കക്കൂസ് മാലിന്യവും നേരിട്ട് ജലാശയത്തിലേക്ക് നിക്ഷേപിക്കുന്ന സാഹചര്യവും നിലവിലുണ്ട്. ഓക്കെ, ഇനി 13ാമത്തത്
പ്രിപ്പയർ പ്ലക്കാർഡ്സ് വിത്ത് വാട്ടർ കൺസർവേഷൻ മെസ്സേജ്. ജലസംരക്ഷണ സന്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്ലക്കാർഡ് നിർമ്മിക്കാൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ പ്ലക്കാർഡ് നിർമ്മിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് ചിത്രങ്ങൾ വരച്ച് ചേർക്കുക. അതിനുശേഷം ഇത്തരത്തിലുള്ള ചെറിയ കോഡ്സ് എഴുതി കൊടുക്കുക. ഒന്നെന്താണ്? വി ക്യാൻ സിറ്റ്, ലേ ഡൗൺ ആൻഡ് ലെറ്റ് ദ ഗ്ലോയിങ് വാട്ടർ ടു ഗോ ഇൻ ടു ദ സോയിൽ. Second one, a recharge pit along with a well. Third one, without water we are nothing. എന്തൊക്കെയാണ്? തടയണവും മഴക്കുഴികളും സംരക്ഷണത്തിൻ്റെ വഴികൾ, കിണറിനൊപ്പം ഒരു റീചാർജ് പിറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. 14. Why is the tea not cultivated in all the topographical sections in Kerala? കേരളത്തിലെ എല്ലാ ഭൂപ്രകൃതി വിഭാഗങ്ങളിലും തേയില കൃഷി ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കാം? എന്തുകൊണ്ടാണ്? Tea like crops are cultivated in the midland regions because the climate suitable for tea cultivation is the highlands. തേയില പോലുള്ള വിളകൾ മലനാട് മേഖലയിലാണ് കൃഷി ചെയ്തു വരുന്നത്. കാരണം തേയില കൃഷിക്ക് ആവശ്യമായ കാലാവസ്ഥ ഉയർന്ന പ്രദേശങ്ങളിൽ ആണ് ഉള്ളത്. അതുകൊണ്ടാണ് ബാക്കിയുള്ള പ്രദേശങ്ങളിൽ കൾട്ടിവേഷൻ ഇല്ലാത്തത്. 15. Why is rubber cultivation not generally seen in the areas near coastal areas? കടൽ തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ പൊതുവെ റബ്ബർ കൃഷി കാണുന്നില്ല. കാരണം എന്താണ്? റബ്ബർ ക്രോപ്സ് ആർ നോട്ട് ജനറലി സീൻ ഇൻ ദ ഏരിയാസ് നിയർ ദ കോസ്റ്റൽ ഏരിയാസ് ബിക്കോസ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സോയിൽ ദർ. ദ സോയിൽ ഓഫ് ദ മിഡ്ലാൻഡ് റീജിയൻസ് ഈസ് സ്യൂട്ടബിൾ ഫോർ റബ്ബർ കൾട്ടിവേഷൻ. റബ്ബർ കനോട്ട് ബി കൾട്ടിവേറ്റഡ് ഇൻ ദ സാൻഡ് ഓഫ് ദ കോസ്റ്റൽ റീജിയൻ. കടൽ തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ പൊതുവെ റബ്ബർ പോലുള്ള വിളകൾ കാണാറില്ല. അതിന് കാരണം അവിടുത്തെ മണ്ണിൻ്റെ സവിശേഷതയാണ്. ഇടനാട്, മലനാട് പ്രദേശങ്ങളിലെ മണ്ണാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം. തീരപ്രദേശത്തെ മണലിൽ റബ്ബർ ചെയ്യുന്നതിന് സാധ്യമല്ല. ഇനി 16ാമത്തേത്, ലിസ്റ്റ് ഔട്ട് ദ അഗ്രികൾച്ചർ ക്രോപ്സ് ഇൻ ദ മിഡ്ലാൻഡ്, ഹൈലാൻഡ് ആൻഡ് കോസ്റ്റൽ റീജിയൻസ്. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിവിടങ്ങളിലെ പ്രധാന കാർഷിക വിളകൾ പട്ടികപ്പെടുത്തുക. മിഡ്ലാൻഡിൽ ടീ, കോഫി, കാഡമം, ക്ലൗസ്, കോക്കനട്ട്. ഹൈലാൻഡിൽ റബ്ബർ, കോക്കനട്ട്, കോഫി, റൈസ്. കോസ്റ്റൽ റീജിയനിൽ കോക്കനട്ട്, റൈസ്, സീസേം, ട്യൂബേഴ്സ്. അപ്പോൾ മലനാടിൽ തേയില, കാപ്പി, ഏലം, ഗ്രാമ്പൂ, തെങ്ങ്. ഇടനാട് റബ്ബർ, തെങ്ങ്, കാപ്പി, നെല്ല്. തീരപ്രദേശത്ത് തെങ്ങ്, നെല്ല്, എള്ള്, കിഴങ്ങ് വർഗ്ഗങ്ങൾ. 17. റൈറ്റ് ദ എസെൻഷ്യൽ ഫാക്ടേഴ്സ് ദാറ്റ് കം ടുഗെദർ ടു എൻഷുർ അഗ്രികൾച്ചർ പ്രോസ്പെരിറ്റി ഓഫ് എൻ ഏരിയ. കാർഷിക സമൃദ്ധിക്ക് വേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഫെർട്ടിലൈസ് സോയിൽ, ഹൈ ക്വാളിറ്റി സീഡ്സ്, ഹ്യൂമൻ റിസോഴ്സസ്, അഫോർഡബിൾ ക്ലൈമറ്റ്, ഇറിഗേഷൻ ഫെസിലിറ്റീസ്, മോഡേൺ ടെക്നോളജി. വളക്കൂറുള്ള മണ്ണ്, മേന്മയുള്ള വിത്ത്, മനുഷ്യ വിഭവശേഷി, അനുയോജ്യമായ കാലാവസ്ഥ, ജലസേചന സൗകര്യം, ആധുനിക സാങ്കേതിക വിദ്യ. ഇനി 18. വാട്ട് ആർ ദ എംപ്ലോയ്മെൻറ്റ് സെക്ടേഴ്സ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ? കൃഷിയുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണ്? ഫിഷ് ഫാമിംഗ്, പോൾട്രി ഫാമിംഗ്, ഡക്ക് ഫാമിംഗ്, കാറ്റിൽ ഫാമിംഗ്, എപ്പിക്കൾച്ചർ, ടാപ്പിംഗ്, ട്രേഡ്. മീൻ വളർത്തൽ, കോഴി വളർത്തൽ, താറാവ് വളർത്തൽ, കന്നുകാലി വളർത്തൽ, തേൻ ശേഖരണം, ടാപ്പിംഗ്, കച്ചവടം. ഇതൊക്കെയാണ്. 19. ലിസ്റ്റ് ഔട്ട് ഇൻ വിച്ച് ഫിസിയോഗ്രഫിക് ഡിവിഷൻ ഓഫ് കേരള ഈച്ച് എംപ്ലോയ്മെൻറ്റ് ക്യാൻ ബി ഫൗണ്ട് മെയിൻലി. ഓരോ തൊഴിലും കേരളത്തിലെ ഏത് ഭൂപ്രകൃതി വിഭാഗങ്ങളിലാണ് മുഖ്യമായും കാണാൻ കഴിയുക എന്ന് പട്ടികപ്പെടുത്തുക. മിഡ്ലാൻഡിൽ ഏതൊക്കെയാണ്? പോട്ടറി മേക്കിങ്ങും റബ്ബർ ഫാമിങ്ങും ടീ ഫാമിങ്ങുമാണ്. ഹൈലാൻഡിൽ റബ്ബർ ഫാമിങ്, ടീ ഫാമിങ്. കോസ്റ്റൽ റീജിയനിൽ ഫിഷിങ്, കൊയർ കൃഷി, പാഡി ഫാമിംഗ്. മലനാട്ടിൽ ഏതൊക്കെയാണ്? മൺപാത്ര നിർമ്മാണം, റബ്ബർ കൃഷി, തേയില കൃഷി, കൊളുന്തുനുള്ളൽ. ഇടനാട്ടിൽ മൺപാത്ര നിർമ്മാണം, നെൽകൃഷി, റബ്ബർ കൃഷി. തീരപ്രദേശത്ത് മത്സ്യബന്ധനം, കൊട്ടുതല്ലി കയർ പിരിക്കൽ, നെൽകൃഷി. 20ാമത്തെ ചോദ്യം, ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ബൈ മോഡേൺ ടെക്നോളജി ഇൻ അഗ്രികൾച്ചർ ആൻഡ് ട്രഡീഷണൽ ഒക്യുപ്പേഷൻസ്. ആധുനിക സാങ്കേതിക വിദ്യ കാർഷിക പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രോപോണിക്, terrace farming, microgreens, etc. are agricultural methods using modern technologies. Hydroponics is the method of growing plants in a nutrient-rich solution instead of soil. Terrace farming is the process of planting crops on the sides of hills or mountains and then cutting them and cultivating them on terrace. Microgreens are a method of growing certain crops for only a few days and using them for food. ഹൈഡ്രോപോണിക്, ടെറസ് ഫാമിംഗ്, മൈക്രോ ഗ്രീൻ തുടങ്ങിയവയാണ് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കാർഷിക മാർഗങ്ങൾ എന്ന് പറയുന്നത്. മണ്ണില്ലാതെ പോഷകങ്ങൾ അടങ്ങിയ ലായനിയിൽ സസ്യങ്ങളെ വളർത്തിയെടുക്കുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്.
കുന്നുകളുടെയോ മലകളുടെയോ വശങ്ങളിൽ വിളകൾ നട്ടുപിടിപ്പിച്ച് അവ പിന്നീട് കൊത്തിയെടുത്ത് ടെറസിൽ കൃഷി ചെയ്യുന്ന പ്രക്രിയയാണ് ടെറസ് ഫാമിംഗ്. ചില പ്രത്യേക വിളകളെ ഏതാനും നാളുകൾ മാത്രം വളർത്തിയെടുത്ത് ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന രീതിയാണ് മൈക്രോഗ്രീൻ. ചുവന്ന ചീര, പച്ചച്ചീര, കടുക്, മല്ലി, ഉലുവ തുടങ്ങിയ ഇനങ്ങൾ ഇത്തരത്തിൽ വളർത്തിയെടുക്കാം. ഇനി അവസാനത്തെ ചോദ്യം 21st ആണ്. വാട്ട് ആർ ദ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്? പ്രകൃതി ദുരന്തങ്ങൾ ഏതൊക്കെയാണ്? സൈക്ലോണ്, ഫോറസ്റ്റ് ഫയർ, എർത്ത്ക്വേക്ക്, ലാൻഡ് സ്ലൈഡ്സ്, ഫ്ലഡ്, സുനാമി. ഏതൊക്കെയാണ്? ചുഴലിക്കാറ്റ്, കാട്ടുതീ, ഭൂകമ്പം, ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, സുനാമി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ മെയിൻ ആയിട്ടുള്ള ബിഗ് ആയിട്ടുള്ള ആൻസേഴ്സ്, അതായത് ഷോർട്ട് നോട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.